ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ ടെക്കി റീൽസ് പ്രോഗ്രാമിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും, അതേപോലെ അതിൻ്റെ 4 ചോയ്സുകൾ നമുക്കുണ്ടാവും. ഈ 4 ചോയ്സുകളും നമ്മൾ എന്ത് ചെയ്യും, എടുത്തുകൊണ്ട് എന്താണ് അത് എന്നുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ പോകാനുള്ള കാരണം, ഈ 4 ചോയ്സും നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലുകൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ടെക്നിക്കൽ നോളജ് നമുക്ക് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചോയ്സും നോക്കിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് നേറ്റീവ് ആപ്ലിക്കേഷൻ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, അതേപോലെ ഹൈബ്രിഡ് ഡെവലപ്മെന്റ്, ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലേ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ള ഇതാണ്, വാട്ട് ഈസ് നേറ്റീവ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ചോയ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ആൻ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ഫോർ എ സ്പെസിഫിക് പ്ലാറ്റ്ഫോം യൂസിങ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ലാംഗ്വേജസ് ആൻഡ് ടൂൾസ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ. അഥവാ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആൻഡ്രോയിഡ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആൻഡ്രോയിഡിലേക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുക. അതേപോലെ iOS-ലേക്കാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒബ്ജക്റ്റ് സി അല്ലെങ്കിൽ സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് iOS ആപ്പുകൾ നേറ്റീവ് ഡെവലപ്മെന്റിൽ ചെയ്യാറ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ട് ഓരോ പ്ലാറ്റ്ഫോമിനും ആൻഡ്രോയിഡിൽ റൺ ചെയ്യാനുള്ളത് സെപ്പറേറ്റ് ആൻഡ്രോയിഡ് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇനി iOS-ലേക്ക് റൺ ചെയ്യേണ്ടത് സെപ്പറേറ്റ് എന്ത് ചെയ്യുക, അതും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ആൻഡ്രോയിഡിലേക്കും iOS-ലേക്കും നമുക്ക് ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടിലേക്കും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെന്റ് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതന്നെയാണ് യഥാർത്ഥത്തിൽ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. എത്ര ഉള്ളൂ, ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് അഥവാ ആൻഡ്രോയിഡ് iOS അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും സെപ്പറേറ്റ് ഡെവലപ്മെന്റ് ടീം ഇരുന്നു കൊണ്ട് സെപ്പറേറ്റ് ഡെവലപ്മെന്റ് ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്തത് ആൻഡ്രോയിഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, iOS-ന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് iOS-ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് തന്നെയാണ് നമ്മളെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ചോയ്സുകളൊന്നും നോക്കണമല്ലോ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോയ്സ് നമുക്ക് ബി ആൻ ആപ്ലിക്കേഷൻ ആക്സസിബിൾ ഓൺലി ത്രൂ ഇന്റർനെറ്റ് ബ്രൗസർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്റർനെറ്റ് ബ്രൗസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റർനെറ്റ് ബ്രൗസറിലൂടെ മാത്രം ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വെബ്സൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ജിമെയിൽ അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഇതാണ് ജിമെയിൽ, ഔട്ട്ലുക്ക്, യാഹു, ട്വിറ്റർ, അതിൻ്റെയൊക്കെ വെബ് ആപ്ലിക്കേഷൻസ് അല്ലേ. അത് നമുക്ക് പറയാം. അതൊരിക്കലും എന്തല്ല, നേറ്റീവ് ആപ്ലിക്കേഷൻസ് അല്ല അല്ലെ. ബ്രൗസറിലൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിമെയിൽ നമുക്ക് ലിനക്സ് ഒന്നും എന്ത് ചെയ്യുക, ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുക, അതേപോലെ മാക്കൊന്നും യൂസ് ചെയ്യുക, അതേപോലെ നമുക്ക് വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ല എന്ത് നമ്മളെ ഇത്. ഓക്കെ, അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോമും സെപ്പറേറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് ക്യാൻ റൺ ഓൺ എനി പ്ലാറ്റ്ഫോം വിത്തൗട്ട് മോഡിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാറ്റ്ഫോമിനും വേറെ വേറെയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കോൺസെപ്റ്റാണ്, അത് നമുക്ക് അതിലേക്ക് വരും. അപ്പോൾ ഏതിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന സംഭവം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നേറ്റീവിനെ പറയാൻ പറ്റില്ല. അത് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ക്രോം, അതേപോലെ സൂം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതിയെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. പക്ഷേ സൂം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അത് നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും സെപ്പറേറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടും ആ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അത് നേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ പ്രാവശ്യം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി, ഏതിലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട്. പിന്നെ നാലാമത്തെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ആൻ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് യൂസിങ് എ ക്രോസ് പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്ക്. അതല്ല കേട്ടോ. ക്രോസ് പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ നമ്മളെ നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകളാണ്. നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആയിട്ടൊക്കെ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബേസ് ലെവൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് നേറ്റീവ് ആപ്ലിക്കേഷന്,
അതും ക്രോസ് പ്ലാറ്റ്ഫോമും തമ്മിൽ എന്താണ് ഡിഫറൻസ്, ഏതാണ് ബെറ്റർ, എന്തുകൊണ്ടാണ് കമ്പനീസ് ഇത് ചൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അപ്പം അതിൻ്റെ ഒരു ഏകദേശ ഒരു രൂപം നമുക്ക് വേണം. ഓക്കെ, അപ്പം എന്തായാലും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ചാനൽ കറക്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്